ഗുഡ് മോർണിംഗ് ടു ശ്രീ കഫേ. അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വെജിറ്റബിൾ പുലാവ് വിത്ത് പഞ്ചാബി ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് 2 ഗ്ലാസ് അരിയാണ്. രണി വെജിറ്റബിൾ കോളിഫ്ലവർ, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, തേങ്ങാപ്പാല്, പിന്നെ വൈറ്റ്, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പെരിഞ്ജീരകം, ഏലക്ക. പിന്നെ അടുത്തത് നെയ്യ്, മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നെയ്യ്. പിന്നെ അടുത്തത് നമ്മുടെ വെളിച്ചെണ്ണ, പിന്നെ കറിവേപ്പില, അതിന് പാകത്തിന് ആവശ്യമായിട്ടുള്ള വെള്ളം. അപ്പൊ നമ്മൾ നമ്മുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. കുക്കറിൽ നമ്മൾ ആദ്യം 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കംപ്ലീറ്റ് എടുക്കുന്നത് നെയ്യായിരിക്കും. നെയ്യ് എടുത്തതിന് ശേഷം നല്ലോണം വഴറ്റുക. വഴണ്ട് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇടുക. അപ്പോൾ നമ്മളൊരു ഇൻഗ്രീഡിയൻറ്റ് പറയാൻ മറന്നുപോയിട്ടുണ്ട്. ഉള്ളിയാണ് കേട്ടോ, വലിയുള്ളി. ഒരു സവാള എടുത്ത് അരിയുക. എന്നിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വഴണ്ട് വന്നതിൻ്റെ കൂടെ ഇടുക. സവാള ഇട്ടിട്ട് നല്ലോണം വഴറ്റുക. വഴണ്ട് വരുന്ന സമയത്ത് സവാള വഴണ്ട് വരാനായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. എല്ലാവരും ചെയ്യുന്നതാണ്. അത് നല്ലോണം ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കാം. ബ്രൗണിഷ് കളർ ആവുന്നവരെ വഴറ്റാം, കരിയരുത്. ഇനി നമുക്ക് അതിനുശേഷം നമുക്ക് പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം. ഇനിയിപ്പോ നമുക്ക് അടുത്തത് ചേർക്കേണ്ടത് നമ്മളുടെ റൈസാണ്. റൈസ് ഞാൻ പറഞ്ഞ പോലെ ഞാൻ 2 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 2 ഗ്ലാസ് അരിയിൽ 6 അനുസരണം എടുക്കുക. അരിയിട്ട് നല്ലോണം ഒന്ന് ഇളക്കുക. ഇളക്കി വല്ലാണ്ട് ഇളക്കരുത്. ഇളക്കി വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, തേങ്ങാപ്പാൽ ചേർക്കാം. തേങ്ങാപ്പാൽ എങ്ങനെ വേണമെച്ചാലും ഒഴിക്കാം. നമുക്ക് തേങ്ങ എടുത്തിട്ട് തേങ്ങാപ്പാൽ ഡയറക്റ്റ് നമുക്ക് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മാഗിയുടെ കോക്കനട്ട് പൗഡർ കിട്ടും, മിൽക്ക് പൗഡർ. അത് വാങ്ങിച്ചിട്ട് അതിൽ പറഞ്ഞിട്ടുണ്ടാവും എങ്ങനെയാ അത് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ. അങ്ങനെയും ഉപയോഗിക്കാം. ഇതിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. നല്ലോണം ഇട്ടിട്ടൊന്ന് ഇളക്കണം. ഒരു തിള വരണേ. യെസ്, നമുക്ക് തിള വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ചേർക്കേണ്ടത് വൈറ്റ് പെപ്പറാണ്. ബേക്കേഴ്സിന്റെ വൈറ്റ് പെപ്പർ ഒരു 2 സ്പൂൺ. അതിനുശേഷം നമ്മുടെ ബ്ലാക്ക് പെപ്പർ അതൊരു 1/2 സ്പൂൺ. എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമുക്ക് റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളം എന്നാണ് കണക്ക്. അപ്പൊ 4 ഗ്ലാസ് ഒഴിക്കേണ്ടതില്ല. അതിനൊരു 1/2 ഗ്ലാസ് കട്ട് ചെയ്തിട്ട് 3 ഗ്ലാസ് ഒഴിക്കും. ഒഴിച്ച് ഇളക്കി കൊടുക്കാം. ഗൈസ്, അപ്പൊ നമ്മുടെ പുലാവ് ഇവിടെ തുറന്നിട്ടുണ്ട്. പുലാവ് സെറ്റായി വന്നിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന്റെ നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ മെയിൻ അവസാനത്തെ സർപ്രൈസിങ് ഇൻട്രസ്റ്റിംഗ് ഗാർണിഷിംഗ് എന്ന് പറയുന്നത്. ഇത് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇത് എന്തിനാന്ന് വെച്ചാൽ പുലാവിന്റെ സ്വീറ്റ്നെസ്സും അതുപോലെ തന്നെ ടേസ്റ്റും ഇൻഗ്രീഡിയൻസ്, പുലാവിന്റെ ടേസ്റ്റ് മേക്കറാണിത് ശരിക്കും പറഞ്ഞാൽ. ഇനി അവസാനം നമുക്ക് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. നമ്മുടെ വൈറ്റ് റൈസ് ആണ് കേട്ടോ ഇതിന്റെ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ വൈറ്റ് പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനിപ്പോൾ സെർവ് ചെയ്ത് കഴിക്കാം. നല്ല മണം വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ബൈ, കാച്ച് യു ലേറ്റർ. വെൽക്കം ബാക്ക് ടു ശ്രീ കഫേ. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു പുലാവ് വിത്ത് പഞ്ചാബി ചിക്കൻ ആണെന്ന്. അതിന്റെ പുലാവ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കടക്കാൻ പോകുന്നത് പഞ്ചാബി ചിക്കനിലേക്കാണ്. പഞ്ചാബി ചിക്കന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് ഈ അരപ്പാണ്. ഈ അരപ്പ് വെള്ളത്തിലിട്ട് കുതിർത്തിയത്, അതുപോലെ തന്നെ
കാഷ്യൂ നട്ട്, 3 തക്കാളി. ഇത് മൂന്നും കൂടി അരച്ച് വെച്ച അരപ്പാണ് ഇരിക്കുന്നത്. ഇതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ടേസ്റ്റ് മേക്കർ. പിന്നെ ഈ കറിയുടെ അവസാനം വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് കൂടി ഉണ്ട്. അതൊരു എൻ്റെ വക ഒരു ടേസ്റ്റ് മേക്കറാണ്. വീഡിയോ ഇട്ടിട്ടുണ്ട്, നോക്കിയാൽ മതി, ലിങ്ക് അവൈലബിൾ ആയിരിക്കും. മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി, വലിയ സവാള അരിഞ്ഞത് 4 എണ്ണം, പിന്നെ 1.5 കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് നല്ലോണം വഴണം. വല്ലാതെ ഇതാ കരിയാൻ പാടില്ല. വഴണ്ട് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വലിയ ഉള്ളി, വലിയുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് വെച്ചത് നല്ലോണം വറക്കാം. നമ്മളെപ്പോഴും എല്ലാവരും ചെയ്യുന്നതാണ്, ഉള്ളി ഒന്ന് വഴണ്ടാൻ കയറാൻ വേണ്ടിയിട്ട് ഇച്ചിരി കല്ലുപ്പ് ചേർക്കും. ആ കല്ലുപ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചേർത്ത് കൊടുക്കാം. അത് നല്ലോണം വഴറ്റാം. മസാലകൾ ചേർക്കാം. ആദ്യം 4 ടീസ്പൂൺ മല്ലിപ്പൊടി, കാശ്മീരി ചില്ലി, കാശ്മീരി ചില്ലിയാണ് അതിൻ്റെ മെയിൻ കളറ്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി നല്ലോണം വഴറ്റിയിട്ട് അരപ്പ് നമുക്ക് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. ആയിട്ടുണ്ട്. ഞാൻ അവസാനം പറഞ്ഞ പോലെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഈ ചിക്കൻ്റെ ഇട്ടെന്ന് പറഞ്ഞു. അത് വേറൊന്നുമല്ല, ഹോം മെയ്ഡ് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഗൈസ്, നമ്മളിനി അവസാനം നമ്മുടെ കസൂരി മേത്തി ഇട്ടു, കുരുമുളക് ഇട്ടു, ഇനി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ നമ്മുടെ പഞ്ചാബി ചിക്കൻ റെഡി ടു സെർവ്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ക്യാച്ച് യു ലേറ്റർ, ബൈ.